ഞാൻ കഴിഞ്ഞ പപ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പപ്സ് ഷീറ്റ് ചെയ്യുമ്പോൾ അതേ ഡോ കൊണ്ട് മറ്റൊരു റെസിപ്പിയും കൂടി ചെയ്തിട്ടുണ്ടെന്ന്. അതും കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് മറ്റൊരു റെസിപ്പിയായി ഞാൻ ഇടാമെന്ന് ആ ഒരു റെസിപ്പിയാണ് ഇത്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് പൊറോട്ട. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ടീ ടൈം സ്നാക്കായിട്ടോ കഴിക്കാം. ഇതിനധികം ഇൻഗ്രീഡിയൻസൊന്നും ആവശ്യമില്ല. പപ്സ് ഷീറ്റ് ഉണ്ടാക്കിയ അതേ മാവ് കൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നല്ല വെജ് കുറുമയോ അല്ലെങ്കിൽ നോൺ വെജ് കറികളോ ഉണ്ടെങ്കിൽ നല്ല ബേഷായിട്ട് കഴിക്കാം. ഇതിൻ്റെ ഡോ ചെയ്യുന്നത് നീഡിങ് ബാഗിലാണ്. എളുപ്പത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, ഓയിൽ എല്ലാം ഈ ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തു. ശേഷം ഒന്ന് ടൈ ചെയ്തിട്ട് കശക്കി കുഴക്കുക. അത്രയേ ഉള്ളൂ. ഒന്നും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ സീരിയൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ സോങ് കേട്ടുകൊണ്ടോ കുഴച്ചെടുക്കാൻ പറ്റും. നീഡിങ് ബാഗിന് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ആമസോണിൽ ഓർഡർ ചെയ്താൽ കിട്ടും. ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെ കശക്കി നമ്മൾ അറിയാതെ തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ പത്തിരിപ്പൊടി കുഴക്കാം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് പത്തിരിപ്പൊടി ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. എല്ലാവിധ പൗഡറും നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും. വെള്ളവും ഉപ്പും ഒക്കെ ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുക്കാൻ പറ്റും. എനിക്കിതിൽ ഒരു 200-250 മില്ലി വെള്ളം വേണ്ടി ഞാൻ തോന്നുന്നു. പിന്നെ 1 ടീസ്പൂൺ സോൾട്ട്, ഒരു 1/4 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വടിച്ച് ബേക്കിംഗ് പൗഡർ എല്ലാം നീഡിങ് ബാഗിൽ തന്നെ ചേർത്ത് കൊടുത്തു. ഡോ റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് അരമണിക്കൂർ മാറ്റി വെച്ച ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്താൻ തുടങ്ങാം. നീഡിങ് ബാഗിൽ കുഴച്ചുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്, ഒരു സുഖമാണ്. ഇനി ഇതെല്ലാം ഇതുപോലെ ബോൾസാക്കി വെക്കുക. റെഡിയാക്കി വെച്ച ഈ എല്ലാ ബോൾസും മീഡിയം ടൈപ്പ് ചപ്പാത്തിയായി പരത്തി വെക്കുക. ഈ പരത്തിയെടുത്ത ചപ്പാത്തിക്ക് മുകളിൽ ഓരോന്നിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരിത്തിരി മൈദ വിതറി കൊടുക്കുക. ശേഷം ഒരെണ്ണം വെക്കുക. അങ്ങനെ ഒരട്ടിയിൽ 8 ചപ്പാത്തി വെച്ചിട്ട് മൊത്തമായിട്ടൊരു ചപ്പാത്തിയായി പരത്തിയെടുക്കണം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 8 ചപ്പാത്തി ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇത് 8 ചപ്പാത്തിയാണ് ലെയർ ചെയ്ത് വെച്ചത്. ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മൈദ വിതറി കൊടുത്തിട്ട് പരത്തിയ ഈ ചപ്പാത്തിയുടെ മുകളിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണിച്ചതുപോലെ ഫോൾഡ് ചെയ്യുക. ഇനി ഈ സ്ക്വയർ പീസിനെ കുറച്ച് മൈദയൊക്കെ വിതറിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല വലുതായിട്ട് പരത്തുക. ശേഷം വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്യുക, മൈദ വിതറി കൊടുക്കുക. ഇനി ഇത് റോൾ ചെയ്തെടുക്കുക. ഒറ്റ റോളായിട്ട് ചെയ്തെടുക്കണം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് മൈദ വിതറുന്നതുകൊണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇതിപ്പോൾ റോൾ ചെയ്താലും ആ റോൾ നല്ല നമുക്ക് വിട്ട് കിട്ടും. ഈ റോളിനെ പീസായി കട്ട് ചെയ്തെടുക്കുക. ഓരോ പീസും റോളിനെ കണക്കാക്കിയിട്ട് തന്നെ കൈയിലിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏതാണ്ട് ഒരു വലിയ പൂരിയുടെ വലുപ്പത്തിൽ നമ്മൾ ചപ്പാത്തി റോളർ കൊണ്ടൊന്ന് പരത്തുക. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം എല്ലാം പരത്തി വെച്ച വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ എൻ്റെ അടുക്കുന്നത് മിസ്സായിപ്പോയി. അതുപോലെ തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്യുന്നതും ആ വീഡിയോയും കാണാനില്ല. അതുകൊണ്ട് സോറി. പക്ഷേ ഇത്രയേ ഇനി ജോലിയുള്ളൂ. കട്ട് ചെയ്ത് വെച്ച് ഓരോ പീസും എടുത്ത് കയ്യിലൊന്ന് പ്രസ് ചെയ്യുക. ഒരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തുക. ഓയിലിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷെ നല്ല പൊറോട്ടയുടെ ലെയറായിട്ടുണ്ടാവും. ഇതെന്തായാലും നമ്മൾ നല്ല കറികളൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പപ്സിൻ്റെ കൂടെ വെച്ചെടുത്ത ഫോട്ടോ ആണിത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.